നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇമേജില്ലേ, ഇത് ആൻഡ്രോമേഡ ഗാലക്സിയുടെ മനുഷ്യനെടുത്ത ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇമേജാണ്. പാൻഡ്രോമാറ്റിക് ഹബിൾ ആൻഡ്രോമേഡ ട്രഷറി എന്നാണ് ഈ ഇമേജിനെ വിളിക്കുന്നത്. എന്താണ് ഈ ഫോട്ടോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രജ്ഞന്മാർ, ഞാനൊരു കാര്യം പറയട്ടെ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് മൊബൈൽ, യൂട്യൂബ്, അതേപോലെ ഇൻസ്റ്റയിൽ നിങ്ങൾ പോലുള്ള ആളുകൾ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോഴേ ഏതൊരു മനുഷ്യനും മനസ്സിലാവും. ഇതേപോലെ നക്ഷത്രങ്ങൾ, ഈ യൂണിവേഴ്സ്, മൾട്ടി യൂണിവേഴ്സിൻ്റെ വെളിയിലോട്ട് നമ്മൾ ലൈറ്റനിങ് സ്പീഡ് കണ്ടുപിടിച്ച് അല്ലെ അപ്രത്യക്ഷമായി പോയി പുറകിലോട്ട് പോയിക്കിട്ടുണ്ട്. അങ്ങോട്ട് ഒരു സ്പേസിന്, അന്തരീക്ഷത്തിന് ഒരു അവസാനമില്ലാത്ത പോക്ക് പോകും. അതിനൊരു സയൻസിന് പോലും കണ്ടുപിടിക്കാത്ത തരത്തിലുള്ള ഉത്തരങ്ങൾ കാണേണ്ടി വരും. അതേപോലെ മനുഷ്യന് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കളറുകളെന്ന് പറയുമ്പോൾ 3 കളറേ ഉള്ളൂ: ബ്ലൂ, അതുപോലെ ഗ്രീന്, റെഡ്, ഈ 3 കളർ. അതേപോലെ നമ്മുടെ ഭൂമിയിൽ താമസിക്കുന്ന ഒരു സ്ട്രിമ്പിന് തന്നെ അതിന് 16 കളർ സെൻസ് ഉണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യർക്ക് മനസ്സിലാകാനെ കൊണ്ട് സിമ്പിളാണ്. അത് മനസ്സിലാകാത്ത കുറച്ച് പേർക്ക് കുരങ്ങിൽ നിന്ന് മനുഷ്യൻ അങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞ സാധനങ്ങൾ പറഞ്ഞ മുമ്പ് ഞാനും കുറേ വീഡിയോസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്നത് കൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാത്തത്. പക്ഷെ പറഞ്ഞ് മനസ്സിലാക്കാനും പഠിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ആക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ തൊഴിൽരഹിതനായിട്ട് ഇത് വന്നിരിക്കുന്നത്. വിദ്യാഭ്യാസം നേടി, അത് വിദ്യാഭ്യാസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാവർക്കും പറ്റത്തില്ല. അത് എന്നെക്കൊണ്ട് പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ ആകുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങൾ വീഡിയോ കാണുന്നവരെ തൊട്ട് പറയാനുള്ളത്, അങ്ങനെ ഒരു നാട്ടിലോട്ട് പോയി പഠിച്ച് എന്തെങ്കിലും ജോലിയാക്കി എന്നെപ്പോലെ കുറച്ച് പേര് ഇങ്ങനെ യൂട്യൂബിലും ഇതൊക്കെ ആക്കിക്കൊണ്ട് ഇരിക്കുന്ന പോലാക്കാതെ നല്ല ജോലിയിൽ വലിയ ഉയർന്ന ഭാഗത്തിലേക്കൊക്കെ പോവുക. അതേപോലത്തെ ഇപ്പോഴത്തെ കുറച്ച് നിയമസാധനങ്ങളും സിസ്റ്റങ്ങളും ഒക്കെ മാറ്റി നല്ല രീതിയിൽ നല്ലൊരു സിസ്റ്റം ഡെവലപ്പാക്കാനും, അതേപോലെ ഉന്നത തലത്തിലോട്ടുള്ള CM, VM അങ്ങനെയുള്ള ലെവലിലേക്ക് ആക്കാനും, പ്രസിഡൻറ്റ് പോലുള്ളതാക്കാനും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ. പിന്നെ ഈ സീഡ്ലെസ് ആയിട്ടുള്ള ഫലങ്ങൾ, അതായത് വാട്ടർമെലൺ ആയിക്കോട്ടെ, പഴവർഗ്ഗങ്ങളായിക്കോട്ടെ, എല്ലാം ഇപ്പം ഈ ബഡ് ചെയ്തുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും സീഡ്ലെസ് ആയിട്ട് ഇപ്പോൾ കർഷകർ ഉണ്ടാക്കി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ വരുന്നുണ്ട്. ഞാനും അതിപ്പോഴാണ് ചിന്തിച്ചത്. എന്താണെന്നറിയാം, ഇപ്പം ബഡ് കാര്യങ്ങൾ ചെയ്ത ഫ്രൂട്ട്സുകളിൽ സീഡ്ലെസ് ആയിട്ട് വന്നിട്ടുണ്ട്. സീഡില്ലാതെ അടുത്ത ഒരു തലമുറയിലോട്ട് വന്നപ്പോഴത്തേക്ക് ഈ സീഡില്ലാത്ത സാധനം എവിടെ നിന്നിട്ട് മുളപ്പിച്ച് കർഷകർ ഉണ്ടാക്കും. അപ്പോൾ കർഷകർ എന്തോ ആക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ആദ്യമേ ചിന്തിക്കുക. അല്ലാതെ ലോകം, സൂര്യന്, ചന്ദ്രന്, അതേപോലെ മൾട്ടി യൂണിവേഴ്സിൻ്റെ വെളിയിലോട്ടൊക്കെ നമുക്ക് പിന്നപ്പം അതൊക്കെ ചെറുതായിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അത് മനസ്സിലാകാത്തവർക്ക് കുരങ്ങിൽ നിന്ന് മനുഷ്യൻ അങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.